നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS SSLCയുടെ ബിസിനസ് സ്റ്റഡീസ് എന്ന ചാപ്റ്ററിലെ 9ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബാങ്കിങ് സേവനങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ അതോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾക്ക് വന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ബാങ്ക്? ബാങ്ക് എന്താണെന്ന് വെച്ചാൽ നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് അതിന് പകരമായിട്ട് പലിശകൾ നൽകുകയും വായ്പകൾ അതായത് ലോണുകളൊക്കെ നൽകുകയും ചെയ്യുന്ന ഒന്നാണ് ബാങ്ക് എന്ന് പറയുന്നത്. നിക്ഷേപകർക്ക് ലോണ് കൊടുക്കുക, അവരുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ ചെയ്യുന്ന ഒന്നാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊതുജനങ്ങളും വ്യാപാര സമൂഹവും ഒക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബാങ്കുകൾ വഴി നമ്മുടെ ഓരോ വ്യക്തികളുടെയും സമ്പാദ്യശീലം വളർത്താനായിട്ടും അതുമാത്രമല്ല വ്യാപാരികൾക്ക് ഹ്രസ്വകാല ലോണുകൾ അനുവദിക്കാനായിട്ടും ഇറക്കുമതി കയറ്റുമതിയൊക്കെ സുഗമമായിട്ട് നടക്കാനായിട്ടും സഹായിക്കുന്നു? ബാങ്കിങ് സഹായിക്കുന്നു. നമുക്കിനി വിവിധ തരം ബാങ്കുകളെ പറ്റി പഠിക്കാം. ഏതൊക്കെയാണ്? ഒന്നാമതായി നമുക്ക് നോക്കാം കേന്ദ്ര ബാങ്ക്, വികസന ബാങ്ക്, പ്രത്യേകതരം ബാങ്കുകൾ. അതിനെ നമ്മൾ നബാർഡ് എന്ന് പറയുന്നതാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോ ബാങ്കുകളെയും പറ്റിയിട്ട് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം എന്താണ് കേന്ദ്ര ബാങ്ക്. നമുക്ക് നോക്കാം കേന്ദ്ര ബാങ്ക്. കേന്ദ്ര ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്ന ബാങ്കിനെയാണ് നമ്മൾ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തിലെ എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്ന ബാങ്കിനെ നമ്മൾ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നു. നമ്മുടെ കേന്ദ്ര ബാങ്ക് RBI ആണ് കേട്ടോ. മാത്രമല്ല ജനങ്ങളുടെ സമ്പാദ്യശീലത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്യത്തില്ല, മനസ്സിലായോ? ഇത് ബാങ്കുകളുമായിട്ടുള്ള ഇടപാടുകൾ മാത്രമാണ്. ബാങ്കുകൾക്ക് വേണ്ട ലോണ് കൊടുക്കുക, ബാങ്കുകൾക്ക് വേണ്ട ബാങ്കുകളുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അങ്ങനെ ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ RBI എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ നമ്മുടെ കേന്ദ്ര ബാങ്കിനെ പറ്റി പഠിക്കാൻ. നമുക്ക് നോക്കാം വാണിജ്യ ബാങ്ക്. വാണിജ്യ ബാങ്കിൽ വിവിധതരം ബാങ്കുകളാണുള്ളത്. സ്വകാര്യ ബാങ്കുണ്ട്, പൊതുമേഖലാ ബാങ്കുണ്ട്, വിദേശ ബാങ്കുണ്ട്. ഈ വാണിജ്യ ബാങ്കുകൾ എന്താണെന്ന് വെച്ചാൽ നിക്ഷേപകരിൽ നിന്നും ഹ്രസ്വകാല അളവിലേക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക, ലോണുകൾ അനുവദിക്കുക, ഇതൊക്കെ തന്നെയാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. വിവിധതരം വാണിജ്യ ബാങ്കുകളുണ്ട്. ഒന്നാമത് വരുന്നത് പൊതുമേഖലാ ബാങ്ക്. പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വരുന്ന ബാങ്കാണ്, മനസ്സിലായോ? RBIയുടെ കയ്യിലായിരിക്കും ഈ ബാങ്ക് ഇരിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്. അടുത്ത് നമുക്ക് നോക്കാം സ്വകാര്യ ബാങ്ക്. സ്വകാര്യ ബാങ്ക് എപ്പോഴും ആരുടെ കയ്യിലായിരിക്കും? സ്വകാര്യ ഉടമകളുടെ കയ്യിലായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ICC ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളൊക്കെ സ്വകാര്യ ബാങ്കുകൾക്ക് എക്സാമ്പിളായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ബാങ്കിൻ്റെ കൺട്രോളിങ് മുഴുവനും ആരുടെ കയ്യിലായിരിക്കും? സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം വേറൊരു ബാങ്ക്. അടുത്ത് നോക്കാം വിദേശ ബാങ്ക്. വിദേശ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസുകൾ എവിടെയായിരിക്കും? നമ്മുടെ ഇന്ത്യയിലായിരിക്കും. ഇന്ത്യയല്ല വേറെ ഏത് കൺട്രീസിലും ആയിരിക്കും. അങ്ങനെയുള്ള ബാങ്കുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? വിദേശ ബാങ്ക് എന്ന് പറയുന്നു. എക്സാം പറഞ്ഞാൽ ഹോങ്കോങ് ആൻഡ് ഷെനായ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു വിദേശ ബാങ്കിന് എക്സാമ്പിളാണ്. ഓക്കെ, വേറെയും കുറേ ബാങ്കുകളുണ്ട് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി നോക്കാം നമ്മുടെ ബാങ്കുകളുടെ ധർമ്മങ്ങൾ. ബാങ്കുകൾക്ക് 2 തരത്തിലുള്ള ധർമ്മങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രാഥമിക ധർമ്മം. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക, അഡ്വാൻസുകൾ നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദ്വിതീയ ധർമ്മം എന്ന് പറയുമ്പോൾ അല്ലാതെ കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള ധർമ്മങ്ങൾ, അതായത് ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, വിദേശ വിനിമയം, യാത്രകൾക്കൊക്കെ ആയിട്ടുള്ള ചെക്കുകൾ കൊടുക്കുക, അതേപോലെ തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അങ്ങനെയുള്ള ധർമ്മങ്ങളാണ് ദ്വിതീയ ധർമ്മങ്ങൾ വരുന്നത്. അപ്പം ഈ 2 ധർമ്മങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിളാണ്, അതാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പം നമുക്ക് അടുത്ത് നോക്കാം നമ്മുടെ വിവിധ തരം നിക്ഷേപ അക്കൗണ്ടുകളെ പറ്റി നോക്കാം. ഒന്നെന്ന് പറയുമ്പോൾ സമ്പാദ്യ അക്കൗണ്ട്. ഈ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പം വേണമെങ്കിലും പൈസ വിഡ്രോവൽ ചെയ്യാം, നിക്ഷേപിക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. രണ്ടാമത് വരുന്ന കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് എന്ന് വെച്ചാൽ വൻകിടമായിട്ടുള്ള വ്യാപാര ഉടമകൾക്കൊക്കെ ആയിട്ട്, അതായത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്ന അക്കൗണ്ട്. സ്ഥിര അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ദീർഘകാലത്തേക്ക് സമ്പാദ്യങ്ങൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടിനെ നമ്മൾ സ്ഥിര അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവരെ പലിശ എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ പലിശയാണ് കേട്ടോ.
ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണ് ഇ ബാങ്കിങ്. ഇ ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ സംവിധാനത്തോടു കൂടി നമുക്ക് ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്ന ബാങ്കുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഇ ബാങ്കിങ് എന്ന് പറയുന്നു. ഇനി അടുത്തുള്ളത് ഡെബിറ്റ് കാർഡ് എന്താണ്, ക്രെഡിറ്റ് കാർഡ് എന്താണ്, നെറ്റ് ബാങ്കിങ് എന്താണ്. ഇത് മൂന്ന് നമുക്കറിയാം. കാരണം ഇങ്ങനെയുള്ള കാർഡുകൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹ്രസ്വകാലമായിട്ട് ലോണുകൾ എടുക്കാം. അത് മാത്രമല്ല നിക്ഷേപങ്ങൾ നിക്ഷേപിക്കാനായിട്ട് പറ്റും, പണം പിൻവലിക്കാൻ പറ്റും. അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ഈ 2 കാർഡുകൾ ഉപയോഗിച്ച് പറ്റും. പിന്നെ നമ്മൾ നോക്കിയത് നെറ്റ് ബാങ്കിങ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്ന ഒന്ന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.